ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലക്ഷദ്വീപിലെ മദ്യനിരോധനം പിൻവലിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. 47 വർഷം പഴക്കമുള്ള മദ്യനിരോധനം പിൻവലിച്ച നടപടി വലിയ സാമൂഹിക സാമ്പത്തിക ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, വിദേശ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുക, അതുവഴി ലക്ഷദ്വീപിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് കേന്ദ്ര സർക്കാരും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖേഡ പട്ടേലും ഇതിൻ്റെ പ്രധാന ഗുണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കർശനമായ എക്സൈസ് ലൈസൻസിംഗ് സംവിധാനത്തിലൂടെയും സർക്കാർ നിയന്ത്രണത്തിലൂടെയും മാത്രമേ വിതരണം നടക്കൂ എന്നതിനാൽ ഇത് പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് നയിക്കില്ലെന്നും അധികൃതർ വാദിക്കുന്നു. എന്നാൽ ഗുണങ്ങളെക്കാളേറെ വലിയ ദോഷങ്ങളാണ് ഈ തീരുമാനം ദ്വീപിന് വരുത്തിവെക്കുമെന്ന് തദ്ദേശവാസികൾ ആശങ്കപ്പെടുന്നു. 95% മുസ്ലിം ജനസംഖ്യയുള്ള ദ്വീപിൻ്റെ പാരമ്പര്യ മതാചാരങ്ങൾക്കും സാംസ്കാരിക തനിമയ്ക്കും വലിയൊരു ആഘാതമാണിത്. അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ തീരെ കുറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമാധാനപരമായ ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്തെയും മദ്യത്തിൻ്റെ വരവ് ദോഷകരമായി ബാധിച്ചേക്കാം. പ്രാദേശിക പഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകി നടപ്പാക്കിയ ഈ നിയമം ജനങ്ങൾക്കിടയിൽ കനത്ത ജനകീയ പ്രക്ഷോഭങ്ങൾക്കും വരും ദിവസങ്ങൾ വലിയ നിയമപോരാട്ടങ്ങൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യുക.